ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു ട്യൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്, അയല മീനാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്ലാവിൽ നിന്നൊരു ചക്ക അടത്തിയിട്ടുണ്ട്, അതുമൊക്കെ വെട്ടിപ്പറിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മീൻകറി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാൽ, ഇന്ന് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്താണ് മീൻകറി വയ്ക്കുന്നത്. ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, അതിലേക്ക് ഉലുവ ഇട്ട് പൊട്ടിച്ചു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ചതച്ചത് ചേർത്ത് കൊടുത്തു. ഒന്ന് പച്ചമണം മാറിയപ്പോഴത്തേക്ക് അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു. തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഞാൻ ഒന്നിച്ചെടുത്ത് വെച്ചതാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ വടക്കംപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. കറി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് മീനുകളൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകില്ല. അതിനാണ് നമ്മൾ നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുന്നത്. രണ്ട് മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. ഇനി ചെറുതീയിലേക്ക് മാറ്റി അടച്ചു വെച്ച് നമുക്ക് മീൻ വേവിച്ചെടുക്കാം. മീനൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീ വേണ്ട, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചട്ടിയുടെ ചൂടിലാണ് ഇരുന്ന് തിളയ്ക്കുന്നത്. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിരിപ്പുണ്ട്. സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ചേർത്തതുകൊണ്ട് നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്ക ഞാൻ വെട്ടിപ്പറിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലാവിൽ നിന്ന് തന്നെ അടത്തിയതാണ്. ചക്കയൊക്കെ ആയിട്ടുണ്ട് നമുക്ക്. അത് ഞാൻ അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചക്കക്കുരു അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ചക്കയിൽ ചക്കക്കുരു ചേർക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ കൂടുതൽ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാകുമ്പോൾ ഒറ്റ വിസിൽ കേട്ടാൽ മതി, നമ്മുടെ ചക്ക വെന്ത് കിട്ടും. ചക്ക കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യമേ തന്നെ ഇട്ട് കൊടുത്താൽ ചക്കയിലേക്കെല്ലാം നന്നായിട്ട് ഉപ്പ് പിടിക്കും. പിന്നെ വെള്ളം ഒഴിച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചക്ക വേകുമ്പോഴത്തേക്ക് നമുക്കതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. തേങ്ങ ചിരിങ്ങി വെച്ചിട്ടുണ്ട്. ഒരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് 2 എണ്ണയും ഞാൻ എടുത്തിട്ടുണ്ട്. കാന്താരി മുളകില്ലായിരുന്നു, ഉണക്കൊക്കെ ആയതുകൊണ്ട് മുളകൊന്നും പിടിക്കുന്നില്ല കേട്ടോ. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക്, മുഴുവൻ കുരുമുളകാണ്, നമ്മുടെ വീട്ടിലെ തന്നെ കുരുമുളകാണ്, അതും ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി ജീരകവും ഇട്ട് നന്നായി മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ചക്കയും വെന്തിട്ടുണ്ട്. അരപ്പിട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി ചക്ക നന്നായി നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ ചക്ക കുഴച്ചതിവിടെ റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇത്തിരി ഒഴിച്ചു കൊടുക്കാം, ഞാൻ ചേർക്കുന്നില്ല. ഇനി നമ്മളൊരു മിക്സഡ് തോരനാണ് വയ്ക്കുന്നത്, ക്യാരറ്റും ക്യാബേജും കൂടെ. അതിന് ചട്ടി അടുപ്പയിലോട്ട് വെച്ചു, എണ്ണ ഒഴിച്ചു, അത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും ക്യാബേജും നേരത്തെ തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാഞ്ഞെയാണ്. ഒരു സവാളയും കൂടെ നന്നായിട്ട് ചോപ്പറിലിട്ട് അടിച്ചെടുത്തതാണ്. ക്യാരറ്റ്, ക്യാബേജ്, സവാള, പിന്നെ പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് വെന്ത് വരട്ടെ. വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നല്ല മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് തേങ്ങയും വേണം, എന്നാൽ മാത്രമേ നമ്മുടെ ക്യാബേജ് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആവത്തുള്ളൂ. മിക്സഡ് തോരൻ എന്നൊക്കെ പറയാം. ഞാൻ ജീരകം ചതച്ചില്ലെന്നേ ഉള്ളൂ, ഞാൻ ഒരു വെളുത്തുള്ളി ചതച്ചതൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജീരകം ചതച്ചില്ല, വേണ്ടവർക്ക് ചതച്ചിടാവുന്നതേ ഉള്ളൂ. ഞാനൊരു വെളുത്തുള്ളിയാണ് ചതച്ചിട്ട് കൊടുത്തത്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ക്യാബേജ് തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത നമ്മുടെ അയല മുളകിട്ടത്, ചക്ക വേവിച്ചത്, പിന്നെ തോരനുണ്ട്, പിന്നെ നമ്മൾ രാവിലെ സാമ്പാർ വെച്ചതുണ്ട്, പിന്നെ വെളുത്തുള്ളി അച്ചാറും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ഇതൊക്കെ മതിയല്ലോ, ധാരാളം. അപ്പം അത് പാത്രത്തിലേക്ക് വിളമ്പ ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചക്ക വിളമ്പി, പിന്നെ നമ്മുടെ തോരൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അയല മുളകിട്ടത് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ അച്ചാർ വെച്ച് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി അച്ചാറാണ്, നമ്മളത് വീട്ടിൽ തന്നെ ഇട്ട അച്ചാറാണ്, കടയിൽ നിന്ന് വാങ്ങിയ അച്ചാറൊന്നുമല്ല, നമ്മൾ വീട്ടിൽ തന്നെയാണ് അച്ചാർ തയ്യാറാക്കുന്നത്. അതും ആവശ്യത്തിന് വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ സാമ്പാർ എന്താണെന്നറിയില്ല, എന്നൊക്കെ ലഞ്ച് വ്ലോഗ് എടുത്താലും അന്നൊക്കെ സാമ്പാറും വീട്ടിൽ കാണും. എന്നാൽ പിന്നെ ഒരു ഭംഗിക്ക് അതും കൂടി ഇത്തിരി ഒഴിച്ചു കൊടുക്കാമെന്ന് കരുതി നടുക്ക് ഇത്തിരി സാമ്പാറൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉച്ചയൂണ് കഴിക്കാൻ വന്നോളൂ. ഊണ് കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വന്നോളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് സ്വാദിഷ്ടമായ ചക്കയും മീൻകറിയൊക്കെ കൂട്ടി ഉച്ചയൂണ് കഴിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റാ.